എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭരണഘടനാ ചുമർ അനാച്ഛാദനം ചെയ്തു. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന അതിനായി രൂപീകരിച്ച ഭരണഘടനാ അസംബ്ലി അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ സമർപ്പിക്കുകയും ചെയ്തത്. അതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ ഭരണഘടനാ ചുമർ നിലവിൽ വന്നു. പ്രസിഡന്റ് ഡോക്ടർ PA മുഹമ്മദ് സയ്യിദും മുതിർന്ന മാധ്യമപ്രവർത്തകൻ N മാധവൻകുട്ടിയും ചേർന്ന് ചുമർ അനാച്ഛാദനം ചെയ്തു. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉയർത്തിപ്പിടിക്കുന്ന മാനവിക ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജം ഭരണഘടനാ ചുമർ അനാച്ഛാദനത്തിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ടെന്ന് N മാധവൻകുട്ടി അഭിപ്രായപ്പെട്ടു. കൂടുതൽ ശക്തിയേറിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഈ ദിനാചരണം സഹായിക്കട്ടെയെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആർക്കും വേണ്ടപ്പെടാത്ത മാവോയിസ്റ്റുകൾക്കും ഇടതുപക്ഷക്കാർക്കും വേണ്ട, ഒരുപക്ഷെ വീട്ടുകാർക്കും വേണ്ട, ഇങ്ങനെ കൂട്ടുകാർക്കും പേടി, അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് TN ജോയിക്ക് കൂടി ഇതിലൂടെ ഭാഗമായി വേണം എന്നിങ്ങനെ ആലോചിക്കുമെന്ന് KR ശശിയുടെ വീണ്ടും മരിച്ചുപോയ ഫോട്ടോ മരിച്ചവർ. അപ്പം അങ്ങനെ തുടങ്ങിയ സംഭവം വളരെ HCI ഹാളിൽ നടന്ന ചടങ്ങിൽ V മനോജ് അധ്യക്ഷത വഹിച്ചു. അകത്ത് ഉൾപ്പെടാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് ആമുഖം. ആമുഖത്തിന്റെ ഉള്ളിൽ പോലും കത്തിവെച്ച് അതിൽ നിന്ന് ചില വാക്കുകൾ അടർത്തി മാറ്റി അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വലിയ തോതിൽ ഇടപെടുകയാണ് ചെയ്തത്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ ഒരു സെക്യുലർ കൾച്ചറൽ പൊളിറ്റിക്കൽ സ്പേസിൽ നമ്മുടെ വാതിൽ കടന്നു വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ചുമര്, ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചുമര് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം ഇവിടെ വരുന്ന എല്ലാ ആളുകളും അത് കണ്ടുകൊണ്ടായിരിക്കണം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നോക്കിക്കാണേണ്ടതെന്ന് നമ്മൾ കരുതുന്നു. MR സുനിൽ ദത്ത്, N കലാധരൻ, MG പുഷ്കരൻ, KM മാഹിൻ, AM ഫ്രാൻസിസ്, അശോകൻ, നിർമ്മല മാധവൻകുട്ടി, ES ഷീജ, AS പ്രീതി, KR രാഹുൽദാസ് എന്നിവർ സംസാരിച്ചു. P അനിത സ്വാഗതവും VP അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ഭരണഘടന എന്ന് പറയുമ്പോൾ 1946 ജവഹർലാൽ നെഹ്റു ഈ ഭരണഘടന നമ്മൾ ഇതിലേക്ക് അസംബ്ലിയിലേക്ക് വെക്കുകയും അത് 47 അംഗീകാരം കിട്ടുകയും അതുപോലെ തന്നെ 1950 ആയപ്പോൾ അത് നമ്മുടെ പ്രാബല്യത്തിൽ വരികയും ചെയ്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയണ കാര്യമാണ്. അതിൽ തന്നെ ആ വിഭാവനം ചെയ്ത സമയത്തായാലും പല സമയത്തും അതിൽ ഒട്ടേറെ തർക്കങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ദൈവത്തെ ഉൾപ്പെടുത്തണോ, ഗാന്ധി ഉൾപ്പെടുത്തണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ആ തർക്കങ്ങൾക്കൊടുവിൽ ഈ ഭരണഘടന നമുക്ക് നിലവിൽ വന്നു. അംബേദ്കറുടെയൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. സ്കൂളുകളിലൊക്കെ പറയണമാതിരി നമ്മളങ്ങനെ കൊല്ലങ്ങളായിട്ടും ഇതൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല.